അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 3ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ വാർഷിക പരീക്ഷയുടെ അഹ്കാമത്ത് ജവീദ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാക്കുന്ന വായിക്കാം. 80 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി, കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. സാക്കിന നൂനിനെ മറച്ചു മണിച്ചു പറയണം. അൻ ഇബാദത്തിഹി അൻ സൂ അം മവാളിഇ. അതാണ് ഉത്തരം. അൻ സൂ. ഇവിടെ ഇഖ്ഫ ആണ്. നൂനിന് ശേഷം സീൻ എന്നുള്ളതാണ്. 2. തൻവീനിനെ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. ഗഫൂറുൻ ശകൂർ, ഗഫൂറുൻ ഹലീം, ഗഫൂറുർ റഹീം. ഇദ്ഗാം ബിലാ ഗുന്നയാണ് ഗഫൂറുർ റഹീം. അതാണ് ഉത്തരം. 3. തൻവീനിന് ശേഷം ബാ വന്നാൽ തൻവീനിന്റെ നിയമം ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ലാബ്. ഇതാണ് ഉത്തരം. ഇഖ്ലാബ്. 4. സാക്കിനായ നൂനിന് ശേഷം ഈ അക്ഷരം വന്നാൽ നൂനിന് ഇദ്ഗാം ചെയ്യണം. ഖാ, ജീം, വാവ്. ഏതക്ഷരം? വാവാണ്. 5. മറച്ചു മണിക്കൽ എന്നാണ് അർത്ഥം. ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം ബിലാ ഗുന്ന. ഉത്തരം ഇഖ്ഫാ. 6. തൻവീനിനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണം. സമീഅൻ ബസീറ, അലീമൻ ഹകീമ, മാഅൻ സജ്ജാജ. ഉത്തരം മാഅൻ സജ്ജാജ. 7. ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽ പെടാത്തത് ലാമ്, റാ, താ, സാ, സ്വാദ്, ളാദ്. ഉത്തരം ലാമ്, റാ. 8. തൻവീന് ശേഷം ഈ അക്ഷരം വന്നാൽ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. സ്വാദ്, ശീന്, ളാ. ഹാ, ഗൈന്, ഐന്, യാ, മീം, നൂന്. ഉത്തരം യാ, മീം, നൂന്. 9. ഖുർആനിൽ ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ നൽകുന്ന ചിഹ്നം. ഖാഫ്, മീം, മീം. രണ്ട് മീം വന്നിട്ടുണ്ട്. ഏത് രീതിയിലാണ് മീം എഴുതിയിട്ടുണ്ട്? അപ്പൊ ഇഖ്ലാബിന്റെ അക്ഷരം 3ാമത്തെ ഓപ്ഷൻസ് ആണ്. 10. സാക്കിന നൂനിന് ശേഷം ഐന് വന്നാൽ നൂനിനെ ഇൽഹാർ ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം, ഇഖ്ലാബ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ ചെയ്യണം. 2ാമത്തെ ആക്ടിവിറ്റി, ചേരുംപടി ചേർക്കുക. 11. ഇദ്ഗാം ബിഗുന്ന ലെറ്റർ സി. ഹബ്ബൻ വനബാത. തൻവീന് ശേഷം വാവ് വന്നു. 12. ഇദ്ഗാം ബിലാ ഗുന്ന ലെറ്റർ യ. ഹുബ്ബൻ ലില്ലാഹ്. തൻവീന് ശേഷം ലാമ് വന്നു. 13. ഇഖ്ഫാ ലെറ്റർ ഡി. ഹബ്ബൻ ഫമിൻ. തൻവീന് ശേഷം ഫാ വന്നു. 14. ഇഖ്ലാബ് ലെറ്റർ ബി. ലാ മർഹബൻ ബിഹി. തൻവീന് ശേഷം ബാ വന്നു എന്നുള്ളതാണ് ഇവിടെ കാരണങ്ങൾ. 3ാമത്തെ ആക്ടിവിറ്റി, പൂരിപ്പിക്കുക. 15. സാക്കിനായ നൂനിന് ശേഷം സാ വന്നാൽ നൂനിനെ ഇഖ്ഫാ ചെയ്തു ഓതണം. 16. തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. 17. മില്ലദൻഹു എന്നതിൽ നൂനിനെ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. 18. ഇളാമൻ നഖിറ എന്നതിലെ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. 19. നഫ്സൻ സക്കിയ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ചെയ്തു ഓതണം. 3ാമത്തെ ആക്ടിവിറ്റി, ഒറ്റ വാക്ക് ഉത്തരം എഴുതുക. ചോദ്യം 20. മൻ തഗ എന്നതിലെ സാക്കിനായ നൂനിന്റെ വിധി ഇഖ്ഫാ. നൂന് ശേഷം താ വന്നു എന്നുള്ളതാണ്. 21. അൻ യുകഫിറ എന്നതിൽ സാക്കിനായ നൂനിന്റെ വിധി ഇദ്ഗാം ബിഗുന്ന. സാക്കിനൂന് ശേഷം യാ വന്നു എന്നാണ് കാരണം. 22. നസാഅത്തൽ ലിശവ എന്നതിൽ തൻവീനിന്റെ വിധി ഇദ്ഗാം ബിലാ ഗുന്ന. തൻവീന് ശേഷം ലാമ് വന്നു എന്നതുകൊണ്ട്. 23. ഉതുല്ലിം ബഅദ എന്നതിലെ തൻവീനിന്റെ വിധി ഇഖ്ലാബ്. എന്താ കാരണം? തൻവീന് ശേഷം ബാ വന്നു. 24. ഖിൻവാനുൻ ദാനിയ എന്നതിലെ തൻവീനിന്റെ വിധി ഇഖ്ഫാ. നൂന് ശേഷം തൻവീന് ശേഷം ദാല് വന്നു എന്നുള്ളതാണ്.
അഞ്ചാമത്തെ ആക്ടിവിറ്റി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 25-ാമത്തെ ചോദ്യം, എന്താണ് തൻവീൻ? എഴുത്തിൽ ഇല്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ്. 26-ാമത്തെ ചോദ്യം, അംബിയ എന്നതിലെ സാക്കിന നൂൻ ഇഖ്ലാബ് ചെയ്യണം. എന്താണ് ഇഖ്ലാബ്? സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതണം. ചോദ്യം 27 അർ റബ്ബിഹിം എന്നതിലെ നൂനിനെ ഇദാ ബിലാവുന്ന ചെയ്തു ഓതണം. കാരണം സാക്കിനായ നൂനിന് ശേഷം റാ വന്നു. ചോദ്യം 28 ജന്നാത്തുൻ തജ്രി തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. കാരണം തൻവീനിന് ശേഷം ഇഖ്ഫാഇന്റെ അക്ഷരം വന്നു. അവസാനത്തെ ആക്ടിവിറ്റി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29-ാമത്തത് സാക്കിനായ നൂനിന്റെയും തൻവീന് വിധികൾ 5 എഴുതാനാണ്. 1 ഇൽഹാർ അഥവാ വ്യക്തമാക്കുക. 2 ഇദ്ഗാം ബിഗുന്ന അഥവാ ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യുക. 3 ഇദ്ഗാം ബിലാ ഗുന്ന അഥവാ ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക. 4 ഇഖ്ലാബ് അഥവാ മീമാക്കി മണിച്ചോതുക. 5 ഇഖ്ഫാ അഥവാ മറച്ചു മണിക്കുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല വിവേകവും ബുദ്ധിയൊക്കെ നൽകാൻ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.